നമസ്കാരം. പ്രധാന വാർത്തകൾ. 2030 കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. സിഒഎ 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇരിപ്പിട സൌകര്യങ്ങൾ ഇല്ലെന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ആരോപിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം. ചെയർപേഴ്സൺ സൌമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം. മദ്യപിച്ച് സ്കൂൾ വാഹനമോടിച്ച ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്തംകോട് MPMUP സ്കൂൾ ബസ് ഡ്രൈവർ എയാൽ മുല്ലപ്പള്ളി വീട്ടിൽ 38 വയസ്സുള്ള മധുവാണ് അറസ്റ്റിലായത്. കുന്നംകുളത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതു നഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. പോക്സോ കേസിൽ യുവാവിന് 47 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കഴിയൂർ തിരുത്തിക്കാട് പിലാക്ക വീട്ടിൽ ഷക്കീർ മകൻ ഷഹീനെയാണ് കോടതി ശിക്ഷിച്ചത്. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോമൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കം. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാറിവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സിഒഎ മുന്നോട്ടു പോകുന്നതെന്നും 2030 കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രവീൺ മോഹൻ. തലമുറ മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. കുത്തക കമ്പനികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബ്രോഡ്ബാൻഡ് മേഖല മുന്നോട്ടു പോകുന്നത്. ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് നമ്മുടെ ഭാവി മേഖലയെ വിഭാവനം ചെയ്യേണ്ടത്. ഒരു കൺസ്യൂമർക്ക് ആവശ്യമായ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ എല്ലാ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് കേരള വിഷൻ മാറിയിട്ടുണ്ടെന്നും വെല്ലുവിളികളോടൊപ്പം അപാരമായ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ടെന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2007 അനലോഗ് കേബിൾ ടിവിയിൽ നിന്നും ഡിജിറ്റൽ കേബിൾ ടിവിയുടെ അനിവാര്യത മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന നമ്മുടെ KCCL എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ആരംഭിച്ചപ്പോൾ അതിന് രാജ്യത്തെ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്നുള്ള പദവി കിട്ടിയപ്പോൾ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മെമ്പർമാരായിരുന്ന ലോക്കൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ രാജ്യത്തെ ആദ്യത്തെ ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററായി മാറ്റപ്പെട്ടു. തൃപ്രയാർ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിഒഎ ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, PB ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ, ജേക്കബ് ജെറോം, MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി TD സുഭാഷ്, വൈസ് പ്രസിഡന്റുമാരായി R. മോഹനകൃഷ്ണൻ, MP തോമസ്, സെക്രട്ടറി CG ജോസ്,
ട്രഷറർ കെ ബിജുകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി സന്തോഷ് ജോസ്, ജോർജ് ലിയോ, അംഗങ്ങളായി പി ആന്റണി, ഒ കെ മണി, റഫീഖ് IH എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി വരണാധികാരിയായിരുന്നു. സീറ്റ് സൗകര്യമില്ലെന്നും സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം. നഗരസഭയിലെ കൌൺസിലർമാരുടെ എണ്ണം 37-ൽ നിന്നും 39-ആയി ഉയർന്നെങ്കിലും അതിനനുസരിച്ചുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ കൌൺസിൽ ഹാളിൽ ഒരുക്കിയിട്ടില്ലെന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. കൃത്യമായ സീറ്റില്ലാതെ ഇരിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യം പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ലെന്നാണ് ഇവരുടെ പരാതി. യോഗത്തിന്റെ 0 അവറിൽ വിവിധ ജനപ്രശ്നങ്ങൾ ഉന്നയിച്ച് BJP കൌൺസിലർ ഗീതാ ശശി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഉന്നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയണമെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നിർദ്ദേശിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത്. സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു എന്നാരോപിച്ച് BJP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് കൌൺസിലർമാരുമായി ചർച്ച നടത്തി. ഇവരെ അനുനയിപ്പിച്ച് സീറ്റുകളിലേക്ക് മടക്കിയ ശേഷമാണ് യോഗം തുടർന്നത്. പ്രതിഷേധത്തിനിടെ കൌൺസിലർമാർ അജണ്ട പിടിച്ചുവാങ്ങി വലിച്ചുകീറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ R ഷാജിജു, T സോമശേഖരൻ, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, ആവേൻ ശ്രീജിത്ത്, സോമൻ ചെറുകുന്ന് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മരുത്തംകോട് MPM UP സ്കൂൾ ബസിന്റെ ഡ്രൈവർ AL മുല്ലപ്പള്ളി വീട്ടിൽ 38 വയസ്സുള്ള മധുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 വെള്ളറക്കാട് വെച്ച് SI AP ആഷിഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മധു പിടിയിലായത്. ഇയാൾ സ്ഥിരമായി മദ്യപിച്ചാണ് സ്കൂൾ വാഹനം ഓടിക്കുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കുവാൻ പോകുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തി. തുടർന്ന് പോലീസ് ഡ്രൈവർ വിഷ്ണുജിത്ത് സ്കൂൾ വാഹനം ഓടിച്ച് കുട്ടികളെ വീടുകളിലെത്തിച്ചു. സ്കൂൾ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗ്രേഡ് SI വിജയമണി, CPOമാരായ CP ജിതേഷ്, വിഷ്ണുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതു നഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ജനുവരി 16-ന് വൈകുന്നേരം 7:30 സേതു നഗർ റോഡിലായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന രാമനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ രാമന്റെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ബുധനാഴ്ച രാവിലെ കുന്നംകുളം നഗരസഭ SNDP വാതക ശ്മശാനത്തിൽ നടത്തും. ചന്ദ്രിക ഭാര്യയും രാധിക, രേണുക, രാമചന്ദ്രൻ, രൂപിത എന്നിവർ മക്കളുമാണ്. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം മാർച്ച് 1 ഞായറാഴ്ച ആഘോഷിക്കാനിരിക്കെ ചാലിശ്ശേരി പട്ടാമ്പി റോഡിലെ നവീകരണ ജോലികൾ ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്ക. തൃശൂർ ജില്ലാ അതിർത്തിയായ തണത്രപ്പാലം മുതൽ കൂറ്റനാട് പള്ളി വരെ റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിന്റെ ഭാഗങ്ങളിൽ സരസ്മേളയ്ക്ക് ശേഷമാണ് റോഡിന്റെ ഒരു വശം ഏകദേശം 3 മീറ്റർ നീളത്തിലും 1 അടി താഴ്ചയിലും മണ്ണു മാറ്റിയിട്ടുള്ളത്. ഈ ഭാഗം സിമന്റ്, കരിങ്കല്ല് എന്നിവ ചേർത്ത് മൂടിയ ശേഷമേ അഴുക്കുചാലുകൾക്ക് സ്ലാബുകൾ സ്ഥാപിക്കാൻ കഴിയൂ. എന്നാൽ ഇതുവരെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. തണത്തറ പാലം മുതൽ മൈതാനം അവസാനിക്കുന്ന ഭാഗം വരെ റോഡിന്റെ ഒരു വശം ഇപ്പോഴും മണ്ണ് മാറ്റിയ നിലയിലാണ്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യതയും ഏറെയാണ്. പൂരത്തലേന്ന് നടക്കുന്ന പൂരവാണിഭ ദിനത്തിലും പൂരദിവസമായ മാർച്ച് 1-നും ആയിരക്കണക്കിന് ആളുകളാണ് മൈതാനത്തേക്ക് ഒഴുകിയെത്തുക.
3 ജില്ലകളിൽ നിന്നായി ഏകദേശം 45 ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രധാന ഉത്സവമായതിനാൽ നാടിന്റെ ഉത്സവത്തിന് മുമ്പായി കൂടുതൽ ജോലിക്കാരെ ഈ മേഖലയിൽ നിയോഗിച്ച് നിലവിലുള്ള റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഉത്സവ സംഘാടക സമിതിയുടെയും ശക്തമായ ആവശ്യം. പോക്സോ കേസിലെ യുവാവിന് 47 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കഴിയൂർ തിരുത്തിക്കാട് പിലാക്ക വീട്ടിൽ ഷക്കീർ മകൻ ഷഹീനെയാണ് കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. 2021 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പെൺകുട്ടിയെ നിരന്തരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയും പെൺകുട്ടിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നും സ്വർണ്ണമാല ഭീഷണിപ്പെടുത്തി കൈക്കലാക്കുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO സുമി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI S സിനോജ് FIR രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടർ KS സെൽവരാജ് കേസിന്റെ ആദ്യാന്വേഷണം നടത്തി. ഇൻസ്പെക്ടർ ബോബിൻ മാത്യു അന്വേഷണം പൂർത്തിയാക്കി. GSI സുനു കേസന്വേഷണത്തിന് സഹായിച്ചു. പ്രോസിക്യൂഷൻ 22 സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകളടക്കം 44 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിൽ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന ലഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ ബയോ മൈനിംഗ് പദ്ധതി നിർണായകമാകുമെന്ന് MLA പറഞ്ഞു. ശുചിത്വ നഗര സങ്കല്പത്തിലേക്ക് കുന്നംകുളം നഗരസഭയെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന നടപടിയാണെന്നതും MLA കൂട്ടിച്ചേർത്തു. കുറുക്കൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 80 സെന്റ് വിസ്തീർണമുള്ള ഡം സൈറ്റിൽ 1946 മുതൽ 2016 വരെ നിക്ഷേപിക്കപ്പെട്ട ഏകദേശം 26,065 ടൺ ലെഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായ ബയോ മൈനിംഗ് രീതിയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ വിൻസെന്റ് ബയോ മൈനിംഗ് പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, AS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ലെഗസി മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുവാനും ശുചിത്വവും പരിസ്ഥിതി സൗഹൃദമായ നഗരമെന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന K കരുണാകരൻ റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. കടവല്ലൂർ പോർക്കുളം പഞ്ചായത്തുകളുടെ കീഴിലാണ് ഈ റോഡ്. കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഭാഗം കഴിഞ്ഞ മാർച്ചിൽ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പോർക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെട്ട 1/2 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ്. തിപ്പിലിശ്ശേരി ഭാഗത്ത് നിന്ന് അക്കിക്കാവ് ബൈപ്പാസിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന റോഡാണിത്. പെരുമ്പിലാവ് സെന്ററിൽ ഗതാഗത തടസ്സം വരുമ്പോൾ ഈ വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകാറുള്ളത്. റോഡ് തകർന്ന വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടിപ്പർ ലോറികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. കുതിരവേല ഫെബ്രുവരി 21, 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. സന്ധ്യയ്ക്ക് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷമാണ് പറപ്പുറപ്പാട് ആരംഭിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെ നടക്കൽ പറയും ലഘുഭക്ഷണ വിതരണവും നടക്കും. 9 ആരംഭിച്ച പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. കുട്ടഞ്ചേരി, നെല്ലുവായ്, എരുമപ്പെട്ടി, കരിയന്നൂർ, തോന്നല്ലൂർ, പാത്രമംഗലം, കീരാലൂർ, കാരൂർ, മുണ്ടത്തിക്കോട്, കുട്ടംകുളം, വേലൂർ, പുലിയന്നൂർ, ആദൂർ, എയ്യാൽ, ചെമ്മംതിട്ട, തണ്ടിലം, കുറുവന്നൂർ, കുറുമാൽ, തലക്കോട്ടുകര, വെള്ളാറ്റന്നൂർ, തയ്യൂർ, പഴവൂർ, വെങ്കിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക.
23-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കു ശേഷം പറയെടുപ്പ് സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും പ്രശസ്ത മേള പ്രമാണികൾ അണിനിരക്കുന്ന അരിപ്പറമേളവും നടക്കും. 22-ന് അശ്വതി വേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരുക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ തണ്ടിലം, RMS നഗർ, വേലൂർ തെക്കുമുറി വാഞ്ചുനഗർ, ഹഷ്മി കുതിര സമുദായം, ഐമുനഗർ, എരുമപ്പെട്ടി പഞ്ചമി നഗർ, കാനിരാൽ മൈത്രി നഗർ, പാത്രമംഗലം, പഴവൂർ, കുറുമാൽ ശാന്തിനഗർ, വെള്ളാറ്റന്നൂർ, കരിയന്നൂർ തുടങ്ങിയ കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ കമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അയ്യപ്പത്ത് റോഡിന് സമീപം റോഡ് പണിക്കായി ഉപയോഗിക്കുന്ന ട്രാക്ടറും കാറും കൂട്ടിയിടിച്ച അപകടം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തു നിന്നും പന്നിത്തടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന ട്രാക്ടറുമാണ് കൂട്ടിയിടിച്ചത്. ട്രാക്ടർ കാറിന്റെ ഇടതുവശത്തെ റോഡിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് വടക്കാഞ്ചേരി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടമുണ്ടാക്കിയ ട്രാക്ടർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലക്കൽ പാടത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചങ്ങരംകുളം റോഡിനോട് ചേർന്ന ഭാഗത്താണ് ഏകദേശം 2 അടിയോളം നീളമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. എക്സൈസ് അധികൃതരെ വിവരമറിയിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് NK അക്ബർ MLA പറഞ്ഞു. മന്നലാംകുന്ന് GFUP സ്കൂളിലെ 103-ാം വാർഷികം എക്സ്പാൻസ് 2K26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠന നിലവാരം ഭൗതിക സാഹചര്യങ്ങളും മികച്ചതാണ്. അത് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും ജനങ്ങൾ ദുരഭിമാനത്തിന്റെ പേരിൽ മടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു മുഖ്യാതിഥിയായി. പുന്നേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിസ്ല റഹീം അവാർഡ് വിതരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുബീന സലീം തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് വിവിധ എൻഡോവ്മെന്റുകളും ഡിസിപ്ലിൻ പ്രൊഫിഷ്യൻസി അവാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ടയിൽ പതിറ്റാണ്ടുകളായി പാരമ്പര്യത്തിന്റെ ശബ്ദമായിരുന്ന കൊളാടി തറവാട്ടിലെ കാരണവർ രാമൻ മേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഭഗവാന്റെ പള്ളിവേട്ട ചടങ്ങിൽ മനുഷ്യഗണമുണ്ട് എന്ന് മറുപടി നൽകുന്ന പ്രധാന അവകാശിയായിരുന്നു അദ്ദേഹം. ഉത്സവത്തിന്റെ 9ാം നാളിലാണ് ഭഗവാൻ നായാട്ടിനിറങ്ങുന്ന പള്ളിവേട്ട നടക്കുന്നത്. ഇത്തവണ മാർച്ച് 9-നാണ് പള്ളിവേട്ട. കിഴക്കേ നടയിലെ കല്യാണ മണ്ഡപത്തിന് സമീപം മാരാർ ശംഖുനാഥം മുഴക്കിക്കഴിഞ്ഞാൽ പുതിയടത്ത് തറവാട്ടിലെ പിഷാരടി ഉച്ചത്തിൽ മനുഷ്യഗണങ്ങളുണ്ടോ എന്ന് ചോദിക്കും. കൊളാടി തറവാട്ടിലെ കാരണവരുടെ ഉണ്ട് എന്ന ഉറച്ച മറുപടിയോടെയാണ് ചടങ്ങുകൾ മുന്നോട്ട് നീങ്ങുന്നത്. മൃഗയ വിനോദത്തിന് പുറപ്പെടുന്ന ഭഗവാന് തുണയായി മനുഷ്യഗണങ്ങൾ കൂടെയുണ്ടെന്ന ഈ സാക്ഷ്യപ്പെടുത്തൽ ഉത്സവത്തിലെ ഏറ്റവും ആകർഷകമായ ആചാരങ്ങളിലൊന്നാണ്. വർഷങ്ങളായി ഈ ചടങ്ങ് നിർവഹിച്ചിരുന്നത് രാമൻ മേനോനായിരുന്നു. വരാനിരിക്കുന്ന ഉത്സവ നാളുകളിൽ ഈ മറുപടി നൽകാൻ കാത്തുനിൽക്കാതെയാണ് രാമൻ മേനോൻ വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഗുരുവായൂരിലെ പാരമ്പര്യ ചടങ്ങുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ഭക്തിയും ആചാരനിഷ്ഠയും മുറുകെ പിടിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. സംയുക്ത ട്രേഡ് യൂണിയൻ ഫെബ്രുവരി 12-ന് നടത്തുന്ന ദേശീയ പണിമുടക്കിനെ പിന്തുണച്ച് ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ആശുപത്രിപ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. CITU കർഷക സംഘം മേഖലാ സെക്രട്ടറി VV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, പാർട്ടി ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി, CK തോമസ്, KR മോഹനൻ, CG സതീശൻ, MM സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
സമ്മിശ്ര കർഷകനും വിദേശ വ്യവസായിയുമായ കടവലൂർ പഞ്ചായത്തിലെ ഫാൽക്കൺ മുഹമ്മദ് ഉണ്ണിയുടെ ഫാമും കൃഷിയിടവും മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സന്ദർശിച്ചു. സിപിഐഎമ്മിന്റെ സംയോജിത കൃഷി വീടുകളിലേക്ക് എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം പെരുമ്പിലാവിലുള്ള മുഹമ്മദ് ഉണ്ണിയുടെ ഫാമിലും സന്ദർശനം നടത്തിയത്. തികച്ചും ജൈവരീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമും കൃഷിയിടവുമാണ് മുഹമ്മദ് ഉണ്ണിയുടേത്. കാസർകോട് കുള്ളൻ മുതൽ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പശുക്കൾ അടക്കം ഫാമിലുണ്ട്. ഇതിനു പുറമെ പ്രത്യേക ഇനത്തിലുള്ള ആടുകൾ, കോഴികൾ എന്നിവയെയും വളർത്തുന്നു. ഇവയ്ക്കെല്ലാം വേണ്ടിവരുന്ന തീറ്റയും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫലവൃക്ഷങ്ങളുടെ വലിയ തോട്ടം, നാണ്യവിളകൾ, മത്സ്യക്കുളം, അപൂർവ ഇനം പുഷ്പലതാദികൾ എന്നിവയെല്ലാം മുഹമ്മദ് ഉണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ സുലഭമാണ്. ഇവയെല്ലാം സംരക്ഷിക്കുന്ന രീതിയെക്കുറിച്ചും കൃഷിയോടുള്ള താൽപര്യത്തെപ്പറ്റിയും അദ്ദേഹം സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകി. കൃഷി ആനന്ദവും ആകർഷണവും നൽകുന്ന വലിയൊരു പ്രവർത്തനമാണെന്നും മുഹമ്മദ് ഉണ്ണിയെ പോലെയുള്ളവർ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തിയല്ല കൃഷിയെന്നും ഒരിക്കലും കൃഷി നഷ്ടമാവില്ലെന്നും ഫാം സന്ദർശിച്ച ശേഷം ഡോക്ടർ തോമസ് ഐസക് CCTVയോട് പറഞ്ഞു. ഒന്ന് എൻ്റെ വെറൈറ്റിയാണ്. എല്ലാത്തരം ഫലവൃക്ഷങ്ങൾ, എല്ലാത്തരം മാവുകൾ, പലജാതി കൃഷികൾ, ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു പ്രദർശനത്തോട്ടം എന്ന് പറയാം. ഞാൻ ചോദിക്കായിരുന്നു ഇതിൻ്റെ ലാഭം എന്താണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഇത് കക്ഷിക്ക് വലിയ രസമാണെന്ന് എനിക്ക് തോന്നിയത്. അത് തന്നെ സന്തോഷം. പക്ഷേ നഷ്ടമൊന്നുമല്ല, കൃഷി നഷ്ടമല്ല. വളരെ ആകർഷണവും ആനന്ദവും നൽകുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. വ്യവസായങ്ങൾക്കൊപ്പം കാർഷിക സംസ്കാരം കൂടി ചേർത്ത് പിടിക്കുന്ന മുഹമ്മദ് ഉണ്ണിയെ അദ്ദേഹം അഭിനന്ദിച്ചു. MLA AC മൊയ്തീൻ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മുഹമ്മദ് ഹാഷിം എന്നിവരും ഫാം സന്ദർശിക്കാൻ തോമസ് ഐസക്കിനൊപ്പമുണ്ടായിരുന്നു. ചായ സൽക്കാരവും കഴിഞ്ഞാണ് തോമസ് ഐസക് മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. MC ഐജു അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഉമ്മർ കടങ്ങോട്, KR രാധിക, ഹരിദാസൻ കാഞ്ഞിരക്കോട്, സെഫീന അസീസ്, ഫ്രിജോ വടക്കൂട്ട്, MA ഉസ്മാൻ, AU മനാഫ് എന്നിവർ സംസാരിച്ചു. NK കബീർ ചെയർമാനും MC ഐജു കൺവീനറും സുന്ദരൻ ചിറ്റണ്ട ട്രഷററുമായി 51 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സംയുക്ത കർഷക തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. KSKTU, BKMU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും KSKTU ജില്ലാ കമ്മിറ്റി അംഗവും CPIM മണലൂർ ഏരിയ സെക്രട്ടറിയുമായ PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. BKMU നേതാവ് TA പ്രഭാകരൻ അധ്യക്ഷനായി. CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TD സുനിൽ, TC മോഹനൻ, TK ചന്ദ്രൻ, CF രാജൻ, KP രാജു, AS സതീശൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ പ്രതികാര നടപടിയുടെ ഭാഗമായി പാരമ്പര്യ പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തിയ കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിയെ തിരിച്ചെടുക്കണമെന്ന് ഭക്തജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കൂട്ടായ്മ കൺവീനർ ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. K അരവിന്ദാക്ഷ മേനോൻ, രാമകൃഷ്ണൻ പുത്തമ്പള്ളി, മനീഷ് നീലിമന, A ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. കൊയ്തെടുത്ത് നെല്ല് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ടുകൂലി നിശ്ചയിക്കുന്നതിന് കർഷകരും ചുമട്ട് തൊഴിലാളികളുടെ പ്രതിനിധികളും പാടശേഖര സമിതി പ്രസിഡന്റുമാരും
ADC അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ യോഗം കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തു. കർഷകരുടെ സമ്മതപ്രകാരം ചുമട്ടുകൂലി ക്വിന്റലിന് 46 രൂപയിൽ നിന്നും 50 രൂപയാക്കി യോഗം നിശ്ചയിച്ചു. നിലവിലെ 46 രൂപ പഞ്ചായത്തിന് പുറത്തുള്ള മറ്റ് പാടശേഖര സമിതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നും 9 രൂപ വർദ്ധിപ്പിച്ച് 55 രൂപയെങ്കിലും ആക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് തൊഴിലാളികളെ പ്രതിനിധീകരിച്ചെത്തിയവർ സൂചിപ്പിച്ചു. നിലവിലെ ലേബർ നിരക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആവശ്യം. എന്നാൽ കാർഷിക മേഖലയിൽ കർഷകരുടെ പ്രയാസം അക്കമിട്ട് നിരത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് വ്യക്തമാക്കി. ജലക്ഷാമം അനുഭവിക്കുന്ന കർഷകരുടെ സാഹചര്യവും നെല്ലിനേർപ്പെടുത്തുന്ന മില്ലുകാരുടെ ശതമാന കിഴിവും ആശങ്കയോടെ കാണുന്ന കർഷകരുടെ ബുദ്ധിമുട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തിലെ വിവിധ പാടശേഖര സമിതികൾക്ക് കീഴിലുള്ള മേഖലകളിൽ മില്ലുകാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മില്ലുടമകളും കർഷക പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് ശതമാന കിഴിവിന്റെ വിഷയത്തിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുമെന്നും ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി. തുടർന്നാണ് സമവായം എന്ന നിലയിൽ 50 രൂപ എന്ന നിലയ്ക്ക് കയറ്റുകൂലി കർഷകരുടെ സമ്മതപ്രകാരം നിശ്ചയിച്ചത്. കൊയ്തെടുത്ത നെല്ല് ഉടനടി കയറ്റുന്നതിന് യാതൊരുവിധ പ്രതിബന്ധങ്ങളും ഉണ്ടാകരുതെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് യൂണിയൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി ചെയർമാൻമാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, കൃഷി ഓഫീസർ അനൂപ് വിജയൻ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ KS സുജീഷ്, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ കെ കരുണാകരൻ രണ്ടാമത് സ്മാരക പുരസ്കാര സമർപ്പണവും ആംബുലൻസ് സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുരംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്നവർക്കായാണ് പുരസ്കാരം നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കേരള നിയമസഭാ സ്പീക്കറും ദീർഘകാലം തൃശൂർ MLAയും തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേറമ്പിൽ രാമകൃഷ്ണന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ലീഡർ കെ കരുണാകരന്റെ സ്മരണാർത്ഥം 2014 മുതൽ പുന്നയൂർക്കുളത്ത് പ്രവർത്തിച്ചു വരുന്ന ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസ് വാങ്ങുന്നതിനുള്ള ധനശേഖരണാർത്ഥം നടത്തുന്ന കൂപ്പൺ വിതരണ ഉദ്ഘാടനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിക്കും. KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, PT അജയ് മോഹൻ, IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലൻ, സെക്രട്ടറി AK സതീഷ് കുമാർ, DCC സെക്രട്ടറിയും ട്രസ്റ്റ് മെമ്പറുമായ AM അലാവുദ്ദീൻ, ട്രസ്റ്റ് മെമ്പർമാരായ ആലത്തയിൽ മൂസ, P രാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മത്വിലാസം കൂത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ രാവിലെ സൂത്രധാരന്റെ പുറപ്പാടോടെയായിരുന്നു കൂത്തിന്റെ ആരംഭം. സൂത്രധാരന്റെ വേഷത്തിൽ കലാമണ്ഡലം സംഗീതും, മിഴാവിൽ രാമചന്ദ്രനും, പാട്ടിൽ ദേവി ഇരിങ്ങാലക്കുടയും, ഇടക്കയിൽ രാമചന്ദ്രമാരാരും പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ ക്ഷേത്രത്തിന് പുറത്ത് നടരാജ മണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണം, അഷ്ടപതി കച്ചേരി, കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കിരാതം കഥകളി എന്നിവ അരങ്ങേറും. ശിവരാത്രി ദിവസം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന, മഹാദേവന് ഭസ്മാഭിഷേകം, PCC ഇളയതിന്റെ ഭക്തിപ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, തിരുനടയ്ക്കൽ പഞ്ചവാദ്യം, സമൂഹാർച്ചന എന്നിവ നടക്കും. രാത്രി ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ ബാണയുദ്ധം, കൃഷ്ണനാട്ടം കളിയും ഉണ്ടാകും. ഭക്തരെ കൃഷ്ണലീലയിൽ വിസ്മയിപ്പിച്ച എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി. പൊതുസദസ്സിൽ അപൂർവമായി മാത്രം അരങ്ങേറുന്ന കൃഷ്ണനാട്ടം കാണികൾക്ക് നവ്യാനുഭവമായി മാറി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര കലാനിലയത്തിലെ കലാകാരന്മാരാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചത്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്നും ഉടലെടുത്ത കലാരൂപമാണ് കൃഷ്ണനാട്ടം.
8 കഥകളിലെ അവതാരമാണ് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത്. 12 പേർ വേഷത്തിലും 4 പേർ പാട്ടിലും ശുദ്ധമദ്ദളത്തിൽ 2ഉം 2 പേർ തൊപ്പി മദ്ദളത്തിലും ചുട്ടിയിൽ 3ഉം അണിയറയിൽ 5 പേരും ഉൾപ്പെടെ 30 പേർ കൃഷ്ണനാട്ടത്തിൽ അരങ്ങിലും പിന്നണിയിലും ഉണ്ടായിരുന്നു. സംഘത്തിലെ സീനിയറും വേഷം ചെയ്യുന്ന ആശാനുമായ എസ് മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കൃഷ്ണനാട്ടം നടന്നത്. അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി അമ്പലപ്പാട്ട് ഗോപിനാഥനും കുടുംബവും ക്ഷേത്രത്തിലേക്ക് വഴിപാട് നൽകിയതാണ് കൃഷ്ണനാട്ടം. 100 കണക്കിന് ഭക്തർ കൃഷ്ണനാട്ടം കാണാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഷീജയുടെ കൃഷിയിടത്തിൽ കാബേജും കോളിഫ്ലവറും വിളവെടുത്തു. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ജൈവ കർഷക ബ്രഹ്മകുളം കല്ലായിൽ ഷീജയ്ക്ക് കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. കണ്ടാണശ്ശേരിയിൽ മുമ്പ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ എതിർവശത്തായി പാട്ടത്തിനെടുത്ത 1/2 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ 1 സെന്റ് ഭൂമിയിലാണ് ഷീജ കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്തിരുന്നത്. പെരിന്തൽമണ്ണയിലുള്ള ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ വർഷം വാങ്ങിയ വിത്ത് 3 മാസങ്ങൾക്ക് മുമ്പാണ് കൃഷിയിടത്തിൽ നട്ടത്. വിത്ത് മുളപൊട്ടുമെന്നോ വളർന്ന് ഫലം കായ്ക്കുമെന്നോ ഉറപ്പുണ്ടായിരുന്നില്ലെങ്കിലും ഷീജയുടെ കൃത്യമായ പരിചരണവും സമയാസമയങ്ങളിലുള്ള വളപ്രയോഗവും മികച്ച വിളവാണ് നൽകിയത്. ജില്ലയിലെ തന്നെ മികച്ച ജൈവ കർഷക എന്ന നിലയിലേക്ക് വളർന്ന ഷീജ തൻ്റെ കൃഷിയിടത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും തരിശിടാതെ വിവിധ പച്ചക്കറികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായി കൃഷിയിറക്കിയ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിളവെടുപ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ CK സുദീപ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സൗമ്യധനൻ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജോയ് ചെറിയാൻ, മുൻ നഗരസഭാംഗം KP A റഷീദ്, ജൈവ കർഷകയായ ഷീജ കല്ലായിൽ, കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ, കർഷക ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്തിനിരയാകുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI ചാവക്കാട് ഏരിയ സമ്മേളനം മുതുവട്ടൂർ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TR അർജുൻ ഉദ്ഘാടനം ചെയ്തു. മുബഷീർ ഖാൻ അധ്യക്ഷത വഹിച്ചു. താര, നിരൺ ഘോഷ് എന്നിവർ അടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് മാലിക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സാലിഹ് ഫസലുദ്ദീൻ, T അഭിജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ്ണുദേവ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സഹൃദയകുമാർ, പ്രസിഡന്റ് മുബഷീർ ഖാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ദൃശ്യ ഗുരുവായൂരിന്റെ ദീർഘകാല പ്രസിഡന്റും ഗുരുവായൂരിലെ സാമൂഹ്യ സാംസ്കാരിക സഹകരണ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന KK മോഹൻറാമിന്റെ 10ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ VS നവനീത്, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് PI സൈമൺ, മമ്മിയൂർ ദേവസ്വം മുൻ ചെയർമാൻ GK പ്രകാശൻ, മാധ്യമപ്രവർത്തകൻ R ജയകുമാർ, ദൃശ്യ ഭാരവാഹികളായ VP ആനന്ദൻ, അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങും അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതകുമാരി ഉദ്ഘാടനം ചെയ്തു. ബദനി ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് റംബാൻ അധ്യക്ഷനായി. മുൻ പ്രിൻസിപ്പൽ ഫാദർ മത്തായി OIC വിരമിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു. മുൻ മാനേജർ ഫാദർ സോളമൻ OIC മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. മുൻ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OIC ഡയമണ്ട് ജൂബിലി സുവനീർ കവർ പേജിന്റെ പ്രകാശനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC വാർഷിക റിപ്പോർട്ട് വായിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ C ഷേബ ജോർജ്, PTA പ്രസിഡന്റ് PK ഷമീർ, സ്കൂൾ ലീഡർ ജുവിൻ ബിജു എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി വിദ്യാലയത്തിലെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക CK ലത മറുപടി പ്രസംഗം നടത്തി. വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ ആദരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. ചുരക്കൽ സെന്ററിലെ അറഫ പാലസിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്തു.
ML ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ലീഗ് നേതാവ് ഇസ്മയിൽ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വൈസ് പ്രസിഡന്റ് മിനി ഐബ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത വിജയ ഗോപി, പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. യോഗത്തിന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി AY മുഹമ്മദ് കുട്ടി സ്വാഗതവും ട്രഷറർ അബ്ദുൾ ഗനി നന്ദിയും പറഞ്ഞു. ആദരവ് ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി. ഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത പഴഞ്ഞി മാർ ഡെനീഷ്യസ് കോളേജിലെ 3ാം വർഷ BSW വിദ്യാർത്ഥിയായ അർജുൻ രമേശിനെ ആദരിച്ചു. കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യാതിഥിയായി. ലഫ്റ്റനന്റ് ഡോക്ടർ ബെൻസൺ CC, മോഹൻ CK, ഡോക്ടർ രാജി, ഡോക്ടർ G രാജീവ്, മുഹമ്മദ് റിസിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ നിന്നും കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനെ പ്രതിനിധീകരിച്ച് 172 NCC കേഡറ്റുകളാണ് ഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തത്. റിപ്പബ്ലിക് ഡേ പരേഡിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് റാലി എന്ന പ്രോഗ്രാമിലാണ് അർജുൻ രമേശ് 24 കേരള ബറ്റാലിയൻ പ്രതിനിധീകരിച്ച് MD കോളേജിൽ നിന്നും പങ്കെടുത്തത്. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇന്റർ സ്കൂൾ ഖുർആൻ പാരായണ മത്സരം ഫെബ്രുവരി 11 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UP, ഹൈസ്കൂൾ എന്നിങ്ങനെ 2 കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടത്തുക. 3 ജില്ലകളിൽ നിന്നായി 25ഓളം എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന മത്സരത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും 5 മിനിറ്റ് സമയമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണ ശൈലി, തജ്വീദ് നിയമം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ നിശ്ചയിക്കുന്നത്. 3000, 2000, 1000 എന്നിങ്ങനെയാണ് 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസ് നൽകുക. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കർണാക്കിൽ ജുമാ മസ്ജിദ് ഖത്തീബും മുൻ ICA ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് HOD-യുമായിരുന്ന ഹുസൈൻ അൻവരി, കല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ഹമീദ് ഫൈസി ഇളങ്ങൂർ തുടങ്ങി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ICA കമ്മിറ്റി കൺവീനർ പറയങ്ങാട്ടിൽ കുഞ്ഞുമൊയ്തു, ICA പ്രിൻസിപ്പൽ P. അബ്ദുൽ ഗഫൂർ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനുസ്, ICA ഇസ്ലാമിക് HOD മുഹമ്മദ് റാഷിദ് എന്നിവർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പ്രോഗ്രാമുകൾ, പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലുള്ള ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇന്റർ സ്കൂൾ ഖുർആൻ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ. 25ഓളം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് മത്സരികളായി എത്തുന്നത്. അത് UP ആൻഡ് HS ഇങ്ങനെ 2 കാറ്റഗറികളിലായി. ആ കാറ്റഗറിയിൽ തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് ഒരു 12:30 വരെയാണ് മത്സരം നടക്കുക. കിഴൂർ പകൽവീട് വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസീം P. ഹനീഫിന് വയോമിത്രം ക്ലബിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കിടയിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടറുടെ പ്രവർത്തനങ്ങളെ ചടങ്ങിൽ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുൻ കൌൺസിലർ KA അസീസ്, വയോമിത്രം കോർഡിനേറ്റർ PV വർഷ, കിഴൂർ പകൽവീട് വയോമിത്രം ക്ലബ്ബ് പ്രസിഡന്റ് ഗോപിനാഥൻ, സെക്രട്ടറി സുലോചന, ട്രഷറർ KK പത്മാവതി, കെയർടേക്കർ രമ്യ, വയോമിത്രം പ്രവർത്തകരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കായി പരിശീലനം സംഘടിപ്പിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്യുലർ ഹാളിൽ നടന്ന പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കൺവീനർ MG പ്രവീൺ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. അനൂപ്, കൌൺസിലർമാരായ AS മനോജ്, ആൻഡോ തോമസ്, പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിന്റെ 123ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത ചാൻസലർ ഡൊമിനിക് തലക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് വിജോയ് തലക്കോടൻ, വാർഡ് മെമ്പർ ഷൈനി ജിബിൻ, സിസ്റ്റർ ട്രീസ മരിയ, സൗമ്യ ജിജു, ജിൻസി PD, സ്കൂൾ ലീഡർ അക്ഷിത് സനൂപ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ജോൺ ആന്റണി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ CG K നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി.
പുനേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബ സംഗമവും അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും നടത്തി. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ദന്ത ഡോക്ടർ ഷാദിയ ദന്താരോഗ്യ പരിചരണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിസ്രിയ, ഡോക്ടർ ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും സൌജന്യമായാണ് നൽകുന്നത്. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, വനജ എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർക്കുളം, കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, വനിതാ വിംഗ് അധ്യക്ഷ സെഫിയ കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു. റാഫി പരൂർ, അബൂബക്കർ പാറയിൽ, മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം ചിരളയം ഏറത്ത് ചന്ദ്രശേഖരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. റിട്ടയേർഡ് അധ്യാപിക ചന്ദ്ര ഭാര്യയും ദീപക്, ദിബിൻ എന്നിവർ മക്കളുമാണ്. പെരിങ്ങോട് നയത്തിൽ മന ഉമാദേവി അന്തർജനം നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പെരിങ്ങോട് വസതിയിൽ നടത്തി. പരേതനായ ചന്ദ്രശേഖരൻ നമ്പൂതിരി ഭർത്താവാണ്. ലീല, ദേവി, സാവത്രി, ഗീത എന്നിവർ മക്കളാണ്. കടവല്ലൂർ വടക്കുമുറിയിൽ താമസിക്കുന്ന പയറ്റുഞ്ഞാലിൽ വേലായുധൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. അനിത ഭാര്യയും അക്ഷയ്, അനശ്വര എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ വാഴപ്പള്ളി ത്രേസ്യ തോമസ് നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടത്തി. സണ്ണി, അൽഫോൺസ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇരിപ്പിട സൌകര്യങ്ങൾ ഇല്ലെന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ആരോപിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. ചെയർപേഴ്സൺ സൌമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം. മദ്യപിച്ച് സ്കൂൾ വാഹനമോടിച്ച ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്തംകോട് MPMUP സ്കൂൾ ബസ് ഡ്രൈവർ എയാൽ മുല്ലപ്പള്ളി വീട്ടിൽ 38 വയസ്സുള്ള മധുവാണ് അറസ്റ്റിലായത്. കുന്നംകുളത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതു നഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. പോക്സോ കേസിൽ യുവാവിന് 47 വർഷം കഠിന തടവും 1,40,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കഴിയൂർ തിരുത്തിക്കാട് പിലാക്ക വീട്ടിൽ ഷക്കീർ മകൻ ഷഹീനെയാണ് കോടതി ശിക്ഷിച്ചത്. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോമൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കം. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.